വേറൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലെ. മാഡം, എന്റെ മോന് 11 വയസ്സായി. 10 വയസ്സായപ്പോൾ പള്ളിയിൽ ചേർന്ന് പഠിക്കാൻ ആഗ്രഹം തോന്നി. അവിടെ കൊണ്ടാക്കി. 1 വർഷം അവന്റെ സ്വഭാവം ആകെ മാറിപ്പോയി. അവനെ വഴക്ക് പറയാൻ പറ്റില്ല. അവൻ ചെയ്യുന്ന കാര്യത്തിൽ തടസ്സം പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് കരഞ്ഞുകൊണ്ട് എന്നെ ആർക്കും വേണ്ട, ഞാൻ എന്തിനു ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആകെ ബഹളമാണ്. ഇതൊക്കെ കാണുമ്പോൾ ആകെ പേടിയാവുന്നു. അവന്റെ മനസ്സിന്റെ തോന്നൽ മാറുമോ? അവൻ പഴയ ആളാകുമോ? എനിക്ക് ആകെ മൊത്തം ടെൻഷൻ ആകുന്നു. ഒരമ്മ മെസ്സേജ് അയച്ചിരിക്കുന്നതാണ് നമുക്ക്. മോന് 11 വയസ്സുണ്ട്. ഇപ്പം മോന് 10 വയസ്സായി. അപ്പോൾ പള്ളിയിൽ ചേർന്ന് പഠിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ പള്ളിയിൽ കൊണ്ടാക്കി 1 ഇയർ ആയി പള്ളിയിൽ കൊണ്ടാക്കിയിട്ട്. അപ്പൊ വന്നപ്പോഴത്തേക്ക് പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് വേറൊരാളായിട്ടാണ് എന്നെ ആർക്കും വേണ്ട എന്നൊക്കെയാണ് പ്രശ്നം പറയുന്നത്. ഇപ്പം ഈ മോന്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പൊ അവര് അനുഭവിച്ചത് എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ ചിലപ്പോൾ നമ്മൾ അതുവരെ അവൻ വളർന്നൊരു സാഹചര്യത്തിൽ നിന്ന് വേറൊരു സാഹചര്യത്തിലേക്ക് മാറുന്ന സമയത്ത് ചിലപ്പോൾ അത് അവൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് അവൻ അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും നമുക്ക് അറിയില്ല. അപ്പം എന്താണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള റീസൺ, അവൻ്റെ ഈ ഒരു ബിഹേവിയറൽ ചേഞ്ച് അല്ലെങ്കിൽ ഈ ഒരു സ്വഭാവത്തിൽ ഒരു മാറ്റം വന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അതിനൊരു ഓപ്പൺ ആയിട്ട് നമുക്കൊരു അവൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണം. അല്ലെങ്കിൽ അവൻ എന്തുകൊണ്ട് എനിക്ക് ആരും ഇല്ല, അല്ലെങ്കിൽ എന്നെ ആർക്കും വേണ്ട എന്നൊക്കെ ഉള്ള തോന്നൽ എന്തുകൊണ്ട് അവന് വരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് അത് അവൻ്റെ അടുത്ത് നിന്ന് തന്നെ നമുക്ക് കിട്ടണം. അപ്പം നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു തെറാപ്പി സെഷൻസ് തന്നെയാണ് നമ്മൾ ഈ ബിഹേവിയേഴ്സ് ഒക്കെ ലേൺഡ് ആണ്. അതായത് ഇവൻ ജനിക്കുമ്പോഴേ ഇങ്ങനെയല്ല, ഇവൻ ഇങ്ങനെയായി. നമ്മൾ പറയില്ല കള്ളൻ ജനിക്കുന്നില്ല, കള്ളൻ പിന്നെ ഉണ്ടാവുന്നതാണ്. അപ്പൊ കള്ളനായി വരുന്നതാണ്. അതേപോലെ ഈ കുട്ടി ഇങ്ങനെ ദേഷ്യം കാണിക്കാൻ എവിടുന്നോ പഠിച്ചു. ഏതോ ഒരു സാഹചര്യത്തിൽ ഏതോ ഒരു ഇവന്റിൽ ഇൻസിഡന്റ് ഉണ്ടായപ്പം ഇങ്ങനെയാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് എന്ന്. ഇപ്പൊ ചില ആൾക്കാർ പറയും ദേഷ്യപ്പെട്ടാൽ മാത്രമേ പണി നടക്കുന്നുള്ളൂ എന്നൊക്കെ പറയും. ഇപ്പൊ ബിസിനസ്സിലൊക്കെ പല ആൾക്കാരും പറയും സബോർഡിനേറ്റ്സിന്റെ അടുത്ത് 4 ചീത്ത പറഞ്ഞാൽ മാത്രമേ കാര്യം നടക്കുന്നുള്ളൂ. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ അവരോടൊക്കെ പറയാന്ന് വെച്ചാൽ നിങ്ങൾ ചീത്ത പറയുന്നത് പോലെ പറഞ്ഞു, നിങ്ങൾ ശരിക്കും ചൂടാവണ്ട, ചൂടായ പോലെ അഭിനയിച്ച, നമ്മൾ ഇമോഷണൽ ആവരുത്. അങ്ങനെ നടക്കുന്നുള്ളൂ എങ്കിൽ 4 ചീത്ത നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വിളിക്ക് 4 ചീത്ത പറയട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാം. അതല്ലാതെ നമുക്ക് ശരിക്കും ദേഷ്യം വരാൻ പാടില്ല. അങ്ങനെ ചെയ്യാം. ഇപ്പൊ ഈ ഒരു കേസിൽ ഇപ്പൊ എല്ലാരും പൊതുവെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഹോസ്റ്റലിൽ കൊണ്ടുപോയി ആക്കിയതിനു ശേഷം സ്വഭാവം മാറിപ്പോയി, ഹോസ്റ്റലിൽ കൊണ്ടുപോയതിനു ശേഷം ആക്കിയതിനു ശേഷം ചീത്ത കൂട്ടുകെട്ടുകളായി, അങ്ങനെയായി ഇങ്ങനെയായി, അങ്ങനത്തെ ഒരു ചാൻസ് ഇതിൽ കാണുന്നുണ്ടോ? അല്ല, അത് ഒരു എല്ലാ സ്ഥലത്തിലും നമ്മൾ കൂട്ടുകെട്ടിനനുസരിച്ച് നമ്മൾ മാറ്റം വരും. നമ്മൾ പറയില്ലേ ചന്ദനം ചാരിയ ചന്ദനം മണക്കും, ആല ചാരിയ ആല മണക്കും എന്നൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മൾ ആരാണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള 2-3 സുഹൃത്തുക്കളെ അന്വേഷിച്ചാൽ മതി എന്ന് പറയുന്നത് നമ്മൾ എല്ലാ തരത്തിലും ഒരാളെ പറ്റി അന്വേഷിക്കുമ്പോഴും കല്യാണം ആലോചിക്കാൻ വേണ്ടി ഒരു അന്വേഷണം നടത്തുമ്പോഴും ഒക്കെ നമ്മൾ ചെയ്യുന്ന ഒരു മെയിൻ കാര്യമാണ് അയാളുടെ കൂട്ടുകെട്ട് ആരാ, ദിവസം കാണുന്ന ചങ്ങാതിമാരാരാണ്, അവരുടെയൊക്കെ മൈൻഡ് എന്താണ് എന്നൊക്കെ അന്വേഷിക്കുന്നത്. അപ്പോൾ അതിലൊരു പങ്കൊക്കെ ഉണ്ട്. കുട്ടികൾ കണ്ടുപഠിക്കും. ഇതൊക്കെ ഒബ്സർവേഷൻ ലേണിംഗ്. നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് പഠിക്കാം. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ചിലപ്പം അവനതൊരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. കുറേ ആളുകളെ കാണുന്നു, അവരോട് സംസാരിക്കുമ്പോൾ അവൻ്റെ ഒരു വ്യക്തിത്വത്തിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരാം, അല്ലെങ്കിൽ അവൻ്റെ കാഴ്ചപ്പാടിൽ മാറ്റങ്ങൾ വരാം. അവൻ അതുവരെ ചിലപ്പം പരിചയമില്ലാത്ത കുറേ സംഭവങ്ങളൊക്കെ ആയിരിക്കും അവൻ ലേൺ ചെയ്തെടുക്കുന്നത്. അപ്പം അതും ഈ പറഞ്ഞ പോലെ ഒരു ഡെവലപ്മെൻ്റ് ആണ് ഒരാളുടെ സ്വഭാവത്തിൽ, അയാളുടെ വളർച്ചയിലൊക്കെ. അപ്പം പുതിയ ആളുകളെ നമുക്ക് കിട്ടും തോറും, അല്ലെങ്കിൽ പുതിയ ആളുകളുമായിട്ട് നമ്മൾ പരിചയപ്പെടും തോറും നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്ത് വരുവാണ് ചെയ്യാറ്. ഒരു മനുഷ്യൻ ദുഷ്ടനാന്ന് പറഞ്ഞാല് ഞാനൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ ദുഷ്ടന്മാര് മാറൂലേ? ആൾക്കാർ മാറൂലേ? ആൾക്കാർക്ക് മാറ്റം വരൂല്ലേ? ആൾക്കാർ നല്ലവനും ആവാം ചീത്തവനും ആവാം. ഒരാള് നെഗറ്റീവായി എന്തെങ്കിലും സാധനം ചെയ്താൽ അവനിപ്പോ നന്നായി എന്ന് പറഞ്ഞാൽ നന്നാവാം, അയാളിൽ മാറ്റം വരാം. അപ്പൊ മാറ്റങ്ങൾ വരാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോ എനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു അമ്മയ്ക്കും ചെറിയ മാറ്റങ്ങൾ ഉണ്ട് എന്നാണ്. അതായത് ഇപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കൊച്ചിങ്ങനെ ദേഷ്യം കൊച്ചിന്റെ വാശി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അത് മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ ഇപ്പൊ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഒരു ക്വസ്റ്റ്യൻ അയക്കാനും അത് ഡിസ്കസ് ചെയ്യപ്പെടണം, അതായത് എന്റെ മകൻ ഇതിനൊരു പരിഹാരം വേണം എന്നുള്ള ആ ഒരു പാരന്റിങ്ങിന്റെ ചിന്ത, ലൈക്ക് ഇറ്റ്സ് റിയലി അപ്രീഷിയബിൾ. സോ എല്ലാവരും എന്താ പറയാ, ഇനിയും ക്വസ്റ്റ്യൻസ് അയക്കുക. നമുക്ക് എന്തായാലും വേറൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം.
ബയോളജിക്കൽ റീസൺസ് കൊണ്ട് ഉണ്ടാവുന്ന ഡിപ്രഷൻ തെറാപ്പി കൊണ്ട് മാറുമോ? എനിക്ക് തൈറോയിഡൈറ്റിസ് ആയിരുന്നു. വിറ്റാമിൻ ഡി ചൈൽഡ്ഹുഡ് മുതൽ കുറവായിരുന്നു. ഗട്ട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. സ്ലീപ്പ് ഇപ്പോ ഓക്കെയാണ്. ഇത് തെറാപ്പി എടുത്താൽ മാറുമോ? അതായത് ബയോളജിക്കൽ റീസൺസ് കൊണ്ട് ഉണ്ടാവുന്ന ഡിപ്രഷൻ തെറാപ്പി എടുത്തു കഴിഞ്ഞാൽ മാറുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. തൈറോയിഡൈറ്റിസ് ഉണ്ടായിരുന്നു, ഗട്ട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, പിന്നെ വിറ്റാമിൻ ഡി ചൈൽഡ്ഹുഡ് മുതൽ കുറവാണെന്നും പറയുന്നുണ്ട്. ചെറിയൊരു തോതിലേ മാറ്റം ഉണ്ടാവുള്ളൂ. എന്താന്ന് വെച്ചാൽ ഓൾറെഡി ഇത് ബയോജനിക് ആണ്. ഓക്കെ, നമ്മൾ പറയാം സൈക്കോജനിക് ആണെങ്കിലാണ് നമ്മളുടെ കയ്യിലുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ ബലിക്കുള്ളൂ. എന്നിരുന്നാലും കുറച്ചൊക്കെ ഒരു സ്ട്രെസ് കണ്ടന്റും അല്ലെങ്കിൽ ചിന്തിക്കുന്ന രീതിയും ഉറക്കത്തിന്റെ പാറ്റേണും ഒക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഒരു 10-20% ഇമ്പ്രൂവ്മെന്റ് ചിലപ്പം കണ്ടേക്കാം. പക്ഷെ ബയോളജിക്കൽ റീസണിനെ കൊണ്ട് വന്നിട്ടുള്ള സ്ലീപ്പ് ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ അതിന് മെഡിക്കേഷൻ തന്നെ എടുക്കേണ്ടി വരും. മാഡം, ഇവര് വിറ്റാമിൻ ഡിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് വിറ്റാമിൻ ഡി കുറയുമ്പോഴോ കൂടുമ്പോഴോ എന്തോ ഡിപ്രഷൻ അത് ബാധിക്കും. വിറ്റാമിൻ ഡി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്രഷൻ വരാം. അപ്പൊ ഈ രാത്രിയൊക്കെ ഇങ്ങനെ രാത്രി ഉറക്കം എണീറ്റിരുന്ന് പകല് കിടന്ന് ഉറങ്ങുന്ന ആളുകൾക്ക് വിറ്റാമിൻ ഡി കുറവായിരിക്കില്ലേ? കാരണം വിറ്റാമിൻ ഡി നമുക്ക് മെയിൻ ആയിട്ട് കിട്ടുന്നത് സണ്ണിൽ നിന്നല്ലേ. അപ്പൊ അതൊക്കെ അപ്പൊ സ്ലീപ്പും ഇതും റിലേറ്റഡ് ആണ്. ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഈ ചില സമയത്ത് കാലാവസ്ഥയിലൊക്കെ വ്യത്യാസം വരുന്ന സമയത്ത്, എസ്പെഷ്യലി ഈ ഒരു തണുപ്പൊക്കെ ഉള്ള സമയത്ത്, സൂര്യപ്രകാശം ഒന്നും അധികം ഇല്ലാത്ത സമയത്ത് കുറച്ച് ഈ ഡിപ്രഷന്റെ റേറ്റ്, ഐ മീൻ അത് വരുന്ന റേറ്റ് ഒക്കെ കൂടുതലായിരിക്കും. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം.